അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, അറിവിൻ നിലാവ് സഫ്വാൻ സക്കാഫിയുടെ ചില കാര്യങ്ങൾ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ അല്പം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വിഷയത്തിൽ ആദ്യമായിക്കൊണ്ട് വീഡിയോ ചെയ്തത് ഞാനായിരുന്നു. പിന്നീട് അത് സംബന്ധമായിക്കൊണ്ട് നിരവധി വീഡിയോകൾ വരികയുണ്ടായി. പല ആളുകളും ആ വിഷയത്തെ നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ടും പല ആളുകളും ആ വിഷയം എന്തെന്ന് പോലും പഠിക്കാതെ ന്യായീകരിച്ചുകൊണ്ടും ഹാരിസ് മദനിയെ പോലെയുള്ള ആളുകളൊക്കെ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വാർത്തകള് പത്രമാധ്യമങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞ ഒരു ന്യൂസാണ്. അറിവിൻ നിലാവ് സഫ്വാൻ സക്കാഫിയുടെ പ്രോഗ്രാമിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ഒരു പ്രസ്താവന പുറത്തു വരികയും പിന്നീട് അത് സംബന്ധമായിക്കൊണ്ടുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോ ഈ വിഷയം എടുക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നിലമ്പൂർ സോൺ പ്രസിഡന്റ് സി സുലൈമാൻ ദാരിമി വല്ലപ്പുഴ അദ്ദേഹം അത് സംബന്ധമായിക്കൊണ്ട് മറ്റൊരാളോടുള്ള ഫോൺ സംഭാഷണത്തിലൂടെ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവിടെ എന്ത് കാരണം കൊണ്ടാണ് ഇവർക്ക് മനസ്സിലായ കാര്യം, ഇവരുടെ അന്വേഷണത്തിൽ മനസ്സിലായ കാര്യം എന്താണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമ്മുടെയൊക്കെ തുറന്നു പറയലുകൾ പല ആളുകളും പല രീതിയിൽ നമ്മളെയൊക്കെ വ്യക്തിഹത്യ ചെയ്യുവാനൊക്കെ അവര് ശ്രമിച്ചിരുന്നു. ഇവിടെ എൻ്റെ കയ്യിൽ അവര് സംസാരിക്കുന്ന ആ ഫോൺ സംഭാഷണമുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ചില ഭാഗങ്ങൾ, അതിലെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. ഇനി അന്നൊക്കെ നമ്മളെ വളരെ മോശമായിക്കൊണ്ട് തെറിവിളിക്കുക പോലും ചെയ്തിരുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ആ ഒരു വോയിസ് ഇവിടെ നിന്ന് ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. വോയിസിലേക്ക്. ഹലോ, ഹലോ. മനസ്സിലായോ? പിന്നെ ഉസ്താദല്ലേ? അതെ. ഇവിടുന്ന് വള്ളിക്കുന്നാ വിളിക്കുന്നു. ആര്? വള്ളിക്കുന്നേ, ആ വള്ളിക്കുന്ന് മറ്റേ പരപ്പനങ്ങാടി സോണെന്നാ വിളിക്കുന്നത്. ആ അവിടുത്തെ മറ്റേ ഇതിന്റെ നിങ്ങളെ സോണില് മറ്റേ അറിവിനിലാവിന്റെ ഉസ്താദിന്റെ ഒരു ഇത് കേട്ടും കണ്ടു. നിലങ്ങളെ പിന്നെ നിലമ്പൂർ സോണിന്റെ ആ എന്താ അതിന്റെ വിഷയം? എന്താ ഇങ്ങനെ എന്താ നമ്മളതൊക്കെ കാണുന്ന ആൾക്കാണ്. ആ അല്ല, വിഷയം എന്ന് വെച്ചാല് പിന്നെ അവിടുത്തെ നാട്ടിലെ നമ്മുടെ സുന്നത്തമാത്തിന്റെ പ്രവർത്തകന്മാരായിട്ടൊന്നും ഒരു സഹകരണമില്ലാത്ത രീതിയിൽ ആ കുറെ മദ്യം പറഞ്ഞ് പിന്നെ മത്സരാറ്റാക്കിയിട്ടും അത് മൂപ്പരതായ ഒരു നിലപാടിൽ എങ്ങനെ സംഘടനക്കും ആ ജമാഅത്തിനും SSF SPSനും ഒക്കെ ആ അവിടുത്തെ നാട്ടുകാരെ കൂട്ടി പിടിക്കാത്ത, അതായത് ചുരുക്കി പറയണമെങ്കിൽ അതാണ് അതിന്റെ മെയിൻ കാരണം. അവിടെ അവിടെ ആളുകളിൽ മൂപ്പരിങ്ങനെ ഈ സംഘടനയായിട്ട് സഹകരിക്കാത്തൊരു സ്വഭാവം തന്നെ. മെയിനായിട്ടും അതന്നെ പ്രശ്നം. കുറെ മദ്യം പറഞ്ഞ് ആ പെട്ടെന്നുള്ള തീരുമാനമൊന്നും അല്ല. അത് ശരി. അതെങ്ങനെയും മുന്നോട്ട് പോകില്ലാന്ന് കണ്ടപ്പോ പിന്നെ എന്താ അവിടുത്തെ വലിയൊരു നൂറുകണക്കിന് ആളുകൾ പ്രവർത്തകന്മാർ നമ്മൾ ഇന്ന് പോകുന്ന കണ്ടപ്പോ അത്രയും നമുക്ക് ഇതെല്ലാം നിർവാഹമില്ലാന്ന് കണ്ട് മേൽക്കടത്തി നമ്മൾ കൊടുത്തു. പക്ഷെ അവർക്കും തന്നെ ഇത് പെട്ടെന്ന് മൂപ്പരെ പറ്റിയ തീരുമാനം എടുക്കാൻ കഴിയാത്ത ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ. ആ ആ കാരണം സംഗതി ഇപ്പോ ഉസ്താദ്മാരൊക്കെ ബന്ധമുള്ള ആളെന്ന നിലക്ക് ആ ആ ആ ഉസ്താദിലപ്പോ തീരുമാനം പറയേണ്ടത്. ആ ഉസ്താദിപ്പോ ചില പ്രയാസങ്ങൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ പല പല ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോ ഇതില്ല. അപ്പൊ നമുക്ക് അവിടുത്തെ ഇടപെടുന്ന സർക്കിളും അതുപോലെ തന്നെ പത്തപ്പരി യൂണിറ്റും ആ ഓൽക്ക് എങ്ങനെയാലും ഞങ്ങൾക്ക് ഇനി മുന്നോട്ടുണ്ടാകാൻ കഴിയില്ല, ഞങ്ങൾ മാറിക്കാന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോ ആ. അപ്പൊ തൽക്കാലം അവൻ ഇതല്ലാതെ നമുക്ക് നിർവാഹമില്ല അറിഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ അല്ല സാർ, അതൊക്കെ സംഗതി. അത് ശരി. അതല്ല, അപ്പൊ അതില് നമ്മള് വായിച്ച നമുക്ക് മെയിൻ നമ്മൾക്കത് കാണുന്നതും പുസ്തകനൊക്കെ നമ്മളൊരു സഖാഫിയായാലും നമ്മളിപ്പോ ഇപ്പം അങ്ങനെ ആളുകളെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഉം. അപ്പൊ നമ്മളൊക്കെ കാണുന്നതും കേൾക്കുന്നതാണല്ലോ. അപ്പൊ അതില് ദീനിനും പിന്നെ സംഘടനക്കെതിരെ തന്നെ പോട്ടെ നിക്കാ. അങ്ങനൊക്കെ ഒരാൾ എതിരെന്ന് വെച്ചിട്ട് ഒന്നും വരാൻ പോണില്ല. ഈ ദീനിനും ഇത് പിന്നെ നിരക്കാത്തെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു സംഭവം ഇതിലെങ്ങനെ വരുന്നത്? ആ, അത് ഒരു പിന്നെ അതിന്റെ കമ്മിറ്റിക്കാരൊക്കെ ചെന്ന സമയത്ത് ഞാൻ വീട്ടിലായിരുന്നു. ഒരു വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചില്ല. നമ്മള് അറിയേണ്ട ഇതെല്ലാം ചർച്ചയുണ്ട്. അത് ശരി. മനുഷ്യന്റെ ചില എല്ലാ രഹസ്യങ്ങളെ കാര്യം ഉണ്ടാവും, നമ്മൾ കുത്തിച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ സംഘടനയിലെ പ്രതികളെ ആളുകൾ പോയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു അവർ പറഞ്ഞ സത്യമാണെന്ന്. തന്നെ. അപ്പം പുസ്തകം പോയില്ലായിരുന്നു? അല്ല, ഞാൻ അന്നത്തെ ലാസ്റ്റ് മീറ്റിംഗിലും പോയില്ലായിരുന്നു. ആ. അതല്ല ഉസ്താദ്, നിങ്ങള് ഇപ്പം പിന്നെ സോണിന്റെ പ്രധാനപ്പെട്ട ആളുകള് പിന്നെ സഫ്വാൻ സഖാഫിയായിട്ട് ചർച്ച നടത്തിയിരുന്നു? മുമ്പ് നടത്തിയിരുന്നു, കുറച്ച് മുമ്പ്. അതാ. ആ 2 വർഷം മുമ്പ് സുമാർ കേട്ടോ. ആ 2 വർഷം അല്ല, മുമ്പ് ഇപ്പോഴത്തെ വിഷയം ഇപ്പം ഇത് എന്തോ മർക്കസിൽ എന്തൊക്കെ ചർച്ച നടന്നതാണെന്നൊക്കെ പറയണ്ടത്. അപ്പൊ പത്തപ്പരി ഉസ്താദായിട്ടും ചർച്ച നടന്നിട്ടുണ്ട്, ഹക്കീം അസേരിയും ചർച്ച നടന്നിട്ടുണ്ട്. AP ഉസ്താദ് ഇന്നലെ ഒരു ക്ലിപ്പ് വേറെ കേട്ടു. ആ ഇങ്ങനെ ഒരാള് ചർച്ചക്ക് പോയ ഒരാള് അതിനെപ്പറ്റി വിശദീകരിക്കുന്നത് കേട്ടു.
അപ്പൊ അതല്ല ഞാൻ ചോദിക്കുന്നത്, സോൺ കമ്മിറ്റി പ്രധാനപ്പെട്ട കമ്മിറ്റി ആണല്ലോ. അതെ സോൺ അതെ. അപ്പൊ നിങ്ങള് ഇപ്പൊ ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഉസ്താദിന്റെ ചർച്ച നടത്തിയിരുന്നു. ഇപ്പൊ ആ ഈ വിഷയം ഇങ്ങനെ ഒരു തീരുമാനം പിന്നെ നിലവിൽ എടുക്കാനുള്ള ഒരു തീരുമാനത്തിന് സഫോൻ സഖാവി ഒരു ചർച്ച നടത്തിയിരുന്നോ? അല്ല, ഈ ലാസ്റ്റിലെ ചർച്ചയിൽ മുമ്പ് ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം മുമ്പ് നമ്മളെ ഒരുപാട് പ്രാവശ്യം, ഒരു 10-15 പ്രാവശ്യത്തോളം മൂപ്പരും രണ്ട് കക്ഷിയും കൂട്ടി ഇരുത്തി ഉം. കുറ്റമാസ്ഥാന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ മത്സരത്തിൽ നടത്തിയതാണ്. ആരായിട്ട്? കുറ്റമാസ്ഥാന്റെ നേതൃത്വത്തിൽ ആ ഞങ്ങൾ ആ ആ. മത്സരത്തിൽ അത് നടത്തിയതാണ് കുറെ മുമ്പല്ലേ? കുറച്ച് മുമ്പ്. അല്ല അതിന് അതെടുത്ത ശേഷം ഇപ്പൊ അപ്പൊ തന്നെ ആ പ്രശ്നങ്ങൾ. സമയത്തൊന്നും എടുക്കാത്തൊരു തീരുമാനം നമ്മളിപ്പോ ഇതിൽ പ്രധാനപ്പെട്ട വിഷയം നമുക്ക് എന്താ വെച്ചാൽ പറ്റിയത്, പിന്നെ ഈ ദീനിന് നിരക്കാത്തതെന്ന് കണ്ടപ്പോഴേ, അപ്പൊ അതിനിപ്പോ അത്രയും വലിയ വിഷയമാണല്ലോ. അപ്പൊ അതിപ്പോ ദീനിന് നിരക്കാത്തൊരു വിഷയമാകുമ്പോൾ നമ്മളും ഉസ്താദിനെ ഫോളോ ചെയ്യാൻ പാടില്ലല്ലോ. നമ്മളൊക്കെ ഇന്ന് മാറിക്കണല്ലോ. അപ്പൊ നമുക്കിപ്പോ സംഘടന ഇപ്പൊ നിലമ്പൂരാണെങ്കിലും ഇവിടെ വള്ളിക്കുന്നാണെങ്കിലും പരപ്പനങ്ങാടി ആണെങ്കിലും നിങ്ങൾക്കൊക്കെ ഒരേ ഇതാണല്ലോ വേണ്ടത്. അങ്ങനത്തെ അതെ. ഒരാളിപ്പം സംഘടന ഒരാളെ പുറത്താക്കിയ പിന്നെ നമ്മള് ആ ഉം. ആളെ ഫോളോ ചെയ്യാൻ പാടില്ലല്ലോ. ഞങ്ങൾക്ക് വിശദീകരണം വേണമെങ്കിൽ സെക്രട്ടറി നിന്ന് യൂണിറ്റിൽ ചർച്ചയ്ക്ക് പോയിരുന്നത് ആ സെക്രട്ടറി, നമ്മളൊരു സംഘടന സെക്രട്ടറിയും പാടെ സഖാഫി ഉസ്താദോ? ഹംസക്കാവിനെ ഉസ്താദിനെ പറഞ്ഞ സ്ഥാനം വിളിച്ചത് ആ എന്താ ഉസ്താദ് അതിന്റെ ദീനീപരമായിട്ട് എന്താന്നുള്ളത് എന്താന്നുള്ളവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ള ആ ഉണ്ടല്ലോ. ആ അപ്പൊ നമ്മള് അവര് ആ ചർച്ചയിൽ 10-40 ആൾ പങ്കെടുത്തിരുന്നു, അവിടുത്തെ 10 യൂണിറ്റിലെ ആ. ആളുകള്. അപ്പൊ അവരാണ് ബോധ്യപ്പെടുത്തി കൊടുത്തത്. അത് ഇത് പത്തപ്പരി ഉസ്താദ് അടക്കം ചർച്ച നടത്തിയ കേസാ ഈ സോണിൽ ഈ തീരുമാനം എടുക്കുമ്പോ? ഉണ്ട്, 10 ഉണ്ട്. അങ്ങനെ. അപ്പൊ ആ പിന്നെ ഈ കമ്മിറ്റിയുടെ അറിവിന്ദല കമ്മിറ്റിന്റെ പിന്നെ അഡ്വൈസറി ബോർഡിലേക്ക് ഈ പത്തപ്പിരി സഖാഫിക്ക് ഒക്കെ എടുത്തിരുന്നല്ലോ ഇതിനു മുമ്പ് അടുത്ത്. അല്ല, 10 നമ്മളെ ഇടവണ്ണ ഒരു സർക്കിൾ മീറ്റിംഗ് വിളിച്ചിരുന്നു. അന്നാണ് ഇങ്ങനെ വിഷയങ്ങൾ വന്നത്. പ്രവർത്തകന്മാർക്ക് ഒന്നിച്ച് എന്തെങ്കിലും മാറിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ഇത് പെട്ടെന്ന് തീരുമാനം മേൽഘടകത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും കൊടുത്തിട്ട് ഇതിന് കിട്ടിയിട്ടില്ല. ആ. അപ്പൊ ഇതിന് പെട്ടെന്ന് നമ്മളൊരു അടിയന്തരമായിട്ട് ഇത് കഴിഞ്ഞില്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ. ഇതിലിപ്പോ അപ്പൊ എന്താ റിസ്ക വരുന്നത്? ആ ഇതില് വരുന്ന വിഷയം എന്താ വെച്ചാല് ഈ സഫ്വാൻ സഖാഫിയുടെ വിഷയത്തില് കുറെ ആളുകൾ ഇപ്പം വേറെ രീതിയിൽ സംഘടന മാറിക്കാണ്. ഇപ്പൊ അതേപോലെ കണ്ടു നിങ്ങളെ പത്തപ്പിരിയും അവിടെ എന്താ മദ്രസിന്റെ ഇതിന് മുത്തണ്ണ തങ്ങളൊക്കെ ഒരു മദ്രസിന് വേണ്ടി ഒരു പിരിവ് നടത്തുന്നു. ആ പിരിവ് നടത്തിയിട്ട് ആ പിരിവ് 30,000 റുപ്യ സഖാഫിന്റെ ഇതിന് മൂപ്പരാരെ ഏൽക്കുന്നുണ്ട്. അത് പിന്നെ വേണ്ടാന്ന് പറഞ്ഞൊരു ഇതും കണ്ടു. അതെ അതെ. ഏഹ് അപ്പൊ അത് മാത്രല്ല നിങ്ങളെ സോണില് ഇപ്പൊ ഇതിരുന്ന് കണ്ടു, നിങ്ങളെ സോണില് അരവിന്ദ് ലാമിന്റെ ആംബുലൻസ് സോണിന് നിങ്ങളെ സോണിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. SUSന്റെ നേതൃത്വത്തിലല്ലേ? അതെ നിങ്ങളെ സോണിലേക്ക് ഈ അരവിന്ദ് ഉസ്താദ് പിന്നെ ഇത് വന്നിട്ടുണ്ട്. പിന്നെ അവർ അതിനകത്ത് ആയിട്ടില്ലല്ലോ. ഇപ്പം പിന്നെ ആംബുലൻസ് വന്നിട്ട് പിന്നെ അവിടെ ഓഫീസിന്റെ അല്ല, അത് നമ്മളെ മത്സരത്താക്കിയതിന് ശേഷം അപ്പൊ വിഷയം തീർന്നു പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും പാടെ കൂടി ഒപ്പിട്ട് നമ്മൾ നല്ലൊക്കെ പിരിഞ്ഞതാണ്. വീണ്ടും ഇപ്പൊ അടുത്താണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടാള്. ഏത് അല്ല, അന്ന് നമ്മൾ തീർന്ന വിഷയത്തിന്റെ ശേഷമാണ് അന്ന് പിന്നെ ആംബുലൻസ് കൊടുത്തതൊക്കെ ഉണ്ടായത്, അത് സ്വീകരിച്ചതൊക്കെ. പിന്നീടാണ് ഇപ്പൊ ഈ വിഷയങ്ങൾ ഉണ്ടായത്. നിങ്ങൾ കൂടുതൽ വിശദീകരണം കിട്ടണമെങ്കിൽ ഹംസക്കാബിനെ ബന്ധപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഈ മൂപ്പരൊക്കെ സംഘടന പുറത്താക്കേണ്ട ശരിക്കും ഇത് നമ്മളെ നേതൃത്വം ഉസ്താദ് അക്കിമസരി ഇവരായിട്ട് ചർച്ച നടത്തിയതിന് ശേഷമാണോ ഇത് ഈ പിന്നെ പുറത്താക്കുന്ന തീരുമാനങ്ങൾ എടുത്തത്? അല്ല, നമ്മള് പിന്നെ ഇത് നമ്മൾ സോൺ കമ്മിറ്റിന്റെ പ്രത്യേകത തന്നെ മേൽഘടകത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ കൊടുത്തുകൾ പക്ഷെ വൈകിച്ചാൽ അതിന്റെ തീരുമാനം വൈകുമ്പോൾ ഞങ്ങളൊക്കെ പോകണം, ഞങ്ങൾ കാത്തിക്കാൻ കഴിയില്ല എന്ന് ഒരുപാട് ആളുകൾ 100 ആളുകളോളം പറഞ്ഞപ്പോ പിന്നെ നമ്മൾ പെട്ടെന്ന് തീരുമാനത്തിൽ വന്നതാണ്. അങ്ങനെ അതായത് ഞങ്ങൾ ഇനി മേൽഘടകത്തിന് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ ക്ഷമ തെറ്റിയിരിക്കുന്നത്. ഇത് നിങ്ങൾ പെട്ടെന്ന് തീരുമാനം എത്തിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒന്നിച്ചു പോകുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ ഈ തീരുമാനം പെട്ടെന്ന് എടുത്തത്. ഈ മേൽഘടകത്ത് കാത്തിക്കാൻ സമയമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ നമ്മളെ മെയിൻ ആളുകൾ 90%-ന്റെയും കുറച്ചാളുകളൊക്കെ ഉപ്പരപ്പുണ്ട്, നമുക്കറിയായിട്ടല്ലോ. പക്ഷെ എന്തെങ്കിലും ചെയ്യാം, നമ്മൾ കുടുങ്ങി പോവുകയാണല്ലോ. വേറെ ഇപ്പൊ നമുക്ക് ഇതിൽ ഇതുമില്ല. പെട്ടെന്ന് എപ്പിസ്ഥാനായിട്ടും അക്കിമസരിയൊക്കെ ചർച്ച നടത്തിയാൽ മതിയായിരുന്നു. ചർച്ച നടത്തിയിട്ട് അവരൊരു തീരുമാനം എടുത്താലും പലപ്പോഴേ ചർച്ച നടത്തിയതാണ്. ഈ നടത്തിയിട്ടൊന്നും എന്തുണ്ട്, അത് തീരുമാനം സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ എത്രയോ ആളുകൾ പല ഭാഗത്തും, ഇവിടെ മാത്രമല്ല പല ഭാഗത്തും ഇങ്ങനെ ചെറിയ ചെറിയ ആളുകൾ ഉസ്താദ്മാര് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും. ഉസ്താദിന് ഇപ്പൊ എല്ലാവരും പാടെ പുറത്താക്കാനൊന്നും കഴിയില്ലല്ലോ. പിന്നെ അതായത് പ്രാദേശികമായിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കലേ പിന്നെ ഇതിന് മാർഗുള്ളൂ. അത് അങ്ങനെ നമ്മൾ പെട്ടെന്ന് നിർത്തി ചെയ്യാൻ കാര്യം നമ്മൾ ആളുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ്. ആൾക്കാർ ഇപ്പൊ മുമ്പന്നെ ഇതിനൊക്കെ പോയിട്ടുണ്ട്, 1-2 ആൾക്കാർ പോയി എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി എന്താ വെച്ചാൽ നമ്മളെ നല്ല നല്ല പ്രവർത്തകന്മാരാണ് പോകുന്നത്. അക്കാണെന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് രീതി. അപ്പൊ സത്യത്തിൽ മൂപ്പർക്ക് എന്ത് ചെയ്താൽ മതി, മറ്റുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യനല്ല, വ്യക്തിപരമായിട്ട് എന്തെല്ലാം ഉണ്ടാവും, അതൊന്നും ഇപ്പൊ നമ്മള് അതിൽ കൂടുതൽ തജസ്സുസാകേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താൽ മതി, അവിടുത്തെ ആളുകളെ കൂട്ടിപ്പിടിച്ച് കണ്ട് നമ്മൾ മത്സരത്താക്കി നല്ല രീതിയിൽ
അവിടുത്തെ യൂണിറ്റും സർക്കിളായിട്ട് യോജിച്ച് പോവുകയാണെങ്കിൽ ഒരു വിഷയമില്ലാത്ത കാര്യമാണ് ഇപ്പത്. ആ അത് മൂപ്പര് ആ വിഷയത്തിൽ മാത്രം മൂപ്പര് ചെയ്യൂല. വേറുള്ള കാര്യങ്ങളൊക്കെ അഭിസ്ഥാനം ചെയ്യും, സഹായിക്കും, ആളുകൾ നിങ്ങൾ സഹായിക്കും, നമ്മളെ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ എല്ലാം സ്വീകരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അവിടുത്തെ ആളുകളെ കൂട്ടിപ്പിടിക്കാൻ കഴിയില്ല. നമ്മൾ അവിടുത്തെ ആളുകളെ കൂട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ ഒരു സർക്കിൾ അല്ലെങ്കിൽ യൂണിറ്റ് അവിടുന്ന് നമ്മളെ സുന്ദരമാത്ര പ്രവർത്തന്മാർ ഒന്നിച്ച് ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ വരുന്നത് ആ. അത് സഫോസക്കാഫി കൂടെ ഇല്ലാത്തതുകൊണ്ട് കൂടില്ലാത്തതുകൊണ്ട്. പിന്നെ മൂപ്പർക്ക് തന്നെ ശരിക്കും നിയന്ത്രിക്കാൻ പറ്റിയ കേസുള്ളൂ ഇത്. ഇതിന്റെ അടിസ്ഥാനമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മൂപ്പരന്നെ എന്തുണ്ട്, ആ അതായത് നമ്മൾ ഇത്രയും ഒരു മദനീയം ചെയ്യുന്നത് പോലെ അവിടുത്തെ യൂണിറ്റുകളെയും അവിടുത്തെ സർക്കിളിലൊക്കെ ഓരോ കൂടിയും പിന്നെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോകണ്ടേ. ആ. അല്ല ഞമ്മക്ക് ഇപ്പം നമുക്ക് ആളുകൾക്ക് എന്താ ഇതൊന്നും അവിടുത്തെ ആളുകൾ ഒരു ഉപയോഗത്തിനും വരില്ല, നിയമത്തിന് പിരിവിനും അല്ല സഹായിക്കില്ല. അവിടുത്തെ മൂപ്പര ഒരു വയസ്സിൽ ഒരു ആരോടൊപ്പം അക്യുമിഷൻ ആരോടൊപ്പം, അതായത് അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റി മൂപ്പര ഒരു പരിപാടിയും പിന്നെ വിളിക്കുന്നില്ല, ഒരു പരിപാടിയും പിന്നെ ക്ഷണിക്കുന്നില്ല, ഒരു കാര്യത്തിലും ഉൾപ്പെടുത്തില്ല എന്നുള്ള അല്ല അതൊക്കെ അങ്ങനെയൊന്നുമില്ല. അതിന്റെയൊക്കെ സത്യം അന്വേഷിച്ചപ്പോ നല്ലോണം ഒരു വിളിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. മൂപ്പർക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ഇവർക്കൊക്കെ ഉള്ള വിഷയം എന്ന് വെച്ചാൽ ഇങ്ങനെ സ്വന്തം കുറച്ച് ആളുകളും 10 ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ മതി, ഇനി താഴെ കടയിൽ ആളില്ലെങ്കിലും പിന്നെ നിയന്ത്രിക്കാനും കഴിയില്ല എന്നൊരു സ്വഭാവമാണ് എനിക്ക് മനസ്സിലായിടത്തോളം. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെറുതായിട്ട് വലുത് ആളുകളല്ലേ, ഇത്ര വലിയ ആളുകളാണ്, അല്ല ഇത്ര വലിയ ആളുടെ ആളിന് കോടീശ്വര പ്രഭു ആയാലും നമ്മൾ സംഘടന അത് സെറ്റപ്പ് അതിന് നമ്മൾ അത് മാത്രമല്ല അവിടുന്ന് ഇപ്പൊ പിന്നെ അവിടുന്ന് മറ്റേ ഇപ്പൊ നാള് എസ്എഫിന്റെ പിന്നെ ദേശീയ സമ്മേളനം നടന്നില്ലേ ബോംബെയിലേ, ബോംബെയിലെ സമ്മേളനം നടന്ന വിഷയത്തില് പിന്നെ അതിന്റെ പ്രഖ്യാപന സമ്മേളനം കണ്ണൂർ നടന്നില്ല. അതിന് പോയ എത്രയോ വണ്ടിക്ക് പിന്നെ മൂപ്പരാണല്ലോ അതിന്റെ സംഘടനാ ലെവലിൽ. അതൊക്കെ ഉണ്ട്, മുമ്പ് സഹായിക്കില്ല എന്ന് നമുക്ക് ബാധല്ല. മുമ്പ് സഹായിക്കുന്നുണ്ട്, പുറത്തൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ല മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഈ പത്തപ്പിനി യൂണിറ്റിലെ നമ്മളെ പ്രവർത്തകന്മാരെ ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ സർക്കിളും ഈ സർക്കിൾ കമ്മിറ്റിയും അവിടുത്തെ ആളുകൾ അവിടുത്തെ പിന്നെ യൂണിറ്റുകളും സർക്കിൾ കമ്മിറ്റിയാണ് ഇപ്പൊ ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടത്. വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ട് കണ്ട് ഇങ്ങനെ സംഘടന ഇങ്ങനെ വിട്ടുനിന്ന് അവസാനം വെച്ചൊരു 100 ആളുകളെങ്കിലും ഇപ്പൊ പോകുമെന്ന് കണ്ടപ്പോ നമുക്ക് ഇതല്ലാതെ നിർവാഹമല്ല. സംഘടന ഇപ്പൊ നമ്മള് ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പോലത്തെ പിന്നെ അവിടുത്തെ പ്രാദേശിക സോൺ കമ്മിറ്റികളായ നിങ്ങൾ ഉസ്താദിനായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് ആ വിഷയത്തിന് ഒരു രമ്യത കാണിയിരുന്നു. അല്ലാതെ നമ്മളിതിപ്പോ എന്താ ഇതിപ്പോ ആകെപ്പം പറഞ്ഞാല് ഇതിപ്പോ ഉള്ള വലിയ വിഷയം എന്താ ഞാൻ കൃത്യമായിട്ട് ഇപ്പം ഇന്നലൊക്കെ സോഷ്യൽ മീഡിയയിൽ മുജാഹിദുകൾ കാരണം മുജാഹിദുകളൊക്കെ അതുകൊണ്ട് നമ്മൾ ഇത്രയും കാലം പഠിച്ചിരുന്നത് അത്തരം കാര്യങ്ങളിൽ ഇടപെടലിനെ തൊട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൊടുത്തു. ഇപ്പൊ വൈകിട്ടെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇപ്പൊ ഈ അറിവിന്ദ ലാബ് അതായത് ഈ ലെറ്റർ പറഞ്ഞപ്പോഴേ ഒരു ചെറിയ തകരാറ് കിട്ടിയ പിന്നെ ശത്രുക്കളെ എടുത്താഘോഷിക്കുന്ന നമുക്ക് ഉറപ്പന്നല്ലേ. നമ്മളത് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്തിന്റെ അത് ഇത്രയും കാലം വൈകിച്ച് പോയത്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഒരു 100 ഒന്നിച്ച് കുടുംബം സുന്നത്തമായത് മാറിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് സഹിക്കാൻ കഴിയുന്ന സംഗതി. അതുകൊണ്ട് മാത്രമാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത് റബ്ബുണ്ടല്ലോ നമ്മളെ മേലെ. നമ്മൾ ഒരാളെ വ്യക്തിപരമായിട്ട് സഫാൻ സഖാവിനെ താറടിക്കാനോ അല്ലെങ്കിൽ അയാളെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒരു കടുകുമണി എന്തെങ്കിലും ഒരു അസൂയന്റെ മുകളിൽ ഒന്നുമല്ല. 100% സുന്നത്തിമായത്തിൽ പ്രവർത്തകന്മാരെ അവിടെ നമുക്ക് സുന്നീകരണ പ്രസ്ഥാനം ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയ്ക്ക് ഈ വ്യക്തിന്റെ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുണ്ട്, തൽക്കാലം അയാൾ എന്തുണ്ട്, നമ്മള് പ്രവർത്തകന്മാർ മാറി നിൽക്കുക എന്ന് പറയലല്ലാതെ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് മാത്രം കുടുങ്ങിയിട്ട് മാത്രം ചെയ്ത വളരെ ആലോചിച്ചുകൊണ്ടും വളരെ വിഷമിച്ചുകൊണ്ടാണ് നമ്മളെ അന്നിപ്പോ മദ്രസന് കൊടുക്കുന്ന 30,000 രൂപ പത്തപ്പിനെ ഉസ്താദ് തന്നെയാണ് ആ സ്റ്റേജിൽ നിന്ന് മുത്തന്നൂർ അങ്ങോട്ട് പറയണതും. അതായത് അപ്പൊ തന്നെ പ്രശ്നം ഉണ്ടായിക്കണ്. പിന്നെ ഇപ്പൊ അവിടെ എഴുതി വെച്ചിരുന്ന വെച്ചാൽ തീരുമാനമാകുന്നതിന് മുമ്പ് നമ്മൾ വാങ്ങണ്ട എന്ന തീരുമാനത്തെത്തിയിരുന്നു. അത് കമ്മിറ്റി 4 ലക്ഷത്തി ചില ഉറുപ്പിക പിന്നിട്ട് 30,000 ചെയ്യാതെ വന്നപ്പോ ഈ ആളുകൾ മൊത്തം പറഞ്ഞു ഞങ്ങളെല്ലാവരും ഒന്നിട്ട് ഞങ്ങൾ പിൻവലിച്ചാൽ ഞങ്ങൾ പൈസ തരാൻ കഴിയില്ല, അല്ലെങ്കിൽ അയാൾ 30,000 ഞങ്ങൾ തരാം, അയാളെ പൈസ നമുക്ക് വേണ്ട. അയാൾ ഇങ്ങനെ സംഘടനയായിട്ട് ഇങ്ങനെ ഇടഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ കുഴപ്പമുണ്ടാക്കുന്ന സമയത്തോട് നമ്മൾ അതില്ല. ഇനിയിപ്പോ നമുക്ക് എന്തുണ്ട് അയാളുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ സംഘടനയൊക്കെ എല്ലാവരും പാടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തൊരു അഭിപ്രായത്തിൽ അവിടുത്തെ ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുപ്പര് പറയാൻ നമ്മൾ ഒറ്റക്കെട്ടായി പോകണമെന്നാണ് എന്താ വിഷയമുള്ളത്. മറ്റുള്ള മുജാഹിദീങ്ങളെ ഇപ്പൊ എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ ആക്ഷേപിക്കുന്ന അവർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതല്ല ഏത് കിട്ടിയാലും ഏത് കിട്ടാൻ നിൽക്കല്ലേ. അങ്ങനെ നമ്മളെ സംഘടനയിൽ നിന്ന് തന്നെ നമ്മൾ അതിന് പ്രത്യേകിച്ച് കേരള മുസ്ലിം ജമാഅത്തിന്റെ ലെറ്റർ ബിൽ എഴുതിയ ദീനിന് നിരക്കാത്തൊരു പരിപാടിയാന്ന് എഴുതിയതില് അതിലിപ്പോ എന്താ വിഷയം? ഇപ്പൊ നമ്മളെ ഇവിടെയൊക്കെ ഏരിയയില് ദീനിന് നിരക്കാത്തൊരു സംഭവം എന്താണ് സഫ്വാൻ സഖാഫി ചെയ്തത് എന്ന് അറിയണം എന്ന് ഇവിടെ സംസ്ഥാന കമ്മിറ്റിന്റെ അടുത്ത് പലരും പോകാൻ നിൽക്കുകയാണ്. ഓരോ സോണിൽ പോകുന്നത്. അപ്പൊ ഈ ദീനിന് നിരക്കാത്ത സംഭവം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഹറാമാണല്ലോ. ദീന് നിരക്കാത്ത സംഭവം എന്നൊരു വാക്ക് വരുമ്പോ അത് ഹറാമിലേക്ക് പോയി. ഹറാമിലേക്ക് ആ ഒരു വിഷയം പിന്നെ ഉണ്ടെങ്കിൽ അത് എഴുതുമ്പോ എന്ന് പറഞ്ഞാല് അത് കൃത്യമായിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കാം. ദീന നിരക്കാത്ത ഒന്നുകിൽ അത്രയും ഹറാമാണ് അതിൽ വരിക. അത് സംഭവിച്ചു എന്നുള്ളതാണ് അതിൽ കാണുന്നത്.
അത് അങ്ങനെ എഴുതിയതാണ് ആകെ പ്രശ്നമായത്. ആ അതാണ് നിങ്ങൾ അംസക്കാഫിട്ട് ബന്ധപ്പെടും കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങളെ പേരെന്താ? എന്റെ പേര് ഗഫൂർ. നിങ്ങളെവിടെ? പരപ്പങ്ങാടിയോ? വരണം. ഓക്കെ, ശരി. നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ആരെയും വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഉള്ള സത്യങ്ങൾ വിളിച്ചു പറയുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ കാണിച്ചത്. രണ്ട്, ആ ഉള്ള സത്യങ്ങൾ വിളിച്ചു പറയുവാൻ വേണ്ടി അതിന് അള്ളാഹു അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെട്ടില്ല എന്നുള്ള ആ ഒരു കാര്യം കൂടിയും അന്നവിടെ നമ്മൾ കാണിച്ചിരുന്നു. അത് തന്നെയാണ് ഇന്നും കാണിക്കുന്നത്. നമ്മൾ ആരുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഓശാരമായിക്കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് അവർക്ക് ഓശാന പാടുന്ന ആ ഒരു പരിപാടി നമ്മുടെ അടുത്തില്ല. ഇനിയും ആര് തന്നെ തെറ്റ് ചെയ്താലും അവരെ കുറിച്ച് നമ്മൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിളിച്ച് പറയുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ഇന്നും നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല. സഫ്വാൻ സഖാഫി എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹത്തോട് നമുക്ക് വലിയ ഒരു എതിർപ്പോ അല്ലെങ്കിൽ വലിയൊരു ഇഷ്ടമൊന്നുമില്ല. എന്നാൽ അയാൾ നടത്തുന്ന അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാം കാണുന്നത്, വീക്ഷിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങളാണ്. അവർ മനസ്സിലാക്കുന്നില്ല ഈ മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പൊ അത് തുറന്നു കാണിക്കുക, മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നു അന്നും ഇന്നും അതിനിടയ്ക്കും ഒക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി ഇൻഷാ അള്ളാഹു ആയുസ് എന്നാൽ നാളെയും നാളെ കഴിഞ്ഞും ഒക്കെ വീഡിയോ ചെയ്യാനുള്ളതും എന്നുകൂടി പറയുവാനായിരുന്നു ഇൻഷാ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സത്യമായിട്ട് മനസ്സിലാക്കുവാനും സത്യത്തിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുവാനും അള്ളാഹു ഉദ്ദേശിച്ച കാലം അത്രയും ആരുടെ മുമ്പിലും കൈനീട്ടാതെ, ഭയപ്പെടാതെ, മുട്ടിലിഴയാതെ ഇജ്ജത്തോടെ ജീവിക്കുവാനും അവസാനം മരണപ്പെടുന്ന വേളയില് അതുവരെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന ആ കലിമത്തു തൗഹീദിന്റെ അത് ചൊല്ലല് മാത്രമല്ല, അത് ജീവിതമാക്കിക്കൊണ്ട് മരണാസന്നനായി കിടക്കുന്ന അവസ്ഥയിലും കലിമത്തു ഷഹാദ ഉരുവിട്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്രയാവാനും നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുക, പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.